നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ബ്ലൂ ടൈഗേഴ്സ് കുതിച്ചുയർന്നിരിക്കുന്നു. 5 സ്ഥാനമാണ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഫിഫ റാങ്കിങ് പഴയ പോലെയല്ല, ലൈവ് അപ്ഡേഷനാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് കളി നടക്കുമ്പോൾ തന്നെ അപ്ഡേഷൻ വരും. ഇന്നലെ നമ്മുടെ ടീം ഹോങ്കോങ്ങിനെ കൊച്ചിയിലിട്ട് പരാജയപ്പെടുത്തി. റയാൻ വില്യംസിൻ്റെ ഡെബ്യൂ, അദ്ദേഹത്തിൻ്റെ ഗോളൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ആ വിജയത്തിൻ്റെ മാധുര്യം ഇരട്ടിപ്പിക്കുന്ന തരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ മുന്നോട്ട്. നോക്കുക, ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് 5 സ്ഥാനമാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്. 136 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ മുമ്പ് നമ്മുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 141 അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ 136 താൻ ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നതെന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ സമീപകാലത്ത് നമ്മുടെ ടീം താഴേക്ക് പോയിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വരും മത്സരങ്ങളിൽ ഇനിയും മികവ് കാണിക്കാൻ നമ്മുടെ ടീമിന് കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ്. ഏതായാലും 142, 141 ഇങ്ങനെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ 2026 കടക്കുമ്പോൾ. അവിടെ നിന്നാണ് ഇപ്പോൾ 5 സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റമുണ്ടാക്കിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു മാറ്റമാണ്. ഫിഫ റാങ്കിങ്ങിൽ മൊത്തത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടോപ്പ് 10 ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1-ാം സ്ഥാനം സ്പെയിനിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. 1-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കുതിച്ചു കയറി വന്നിരിക്കുന്നത് ഫ്രാൻസാണ്. അപ്പോൾ ടോപ്പ് 10 കൂടി നമുക്കൊന്ന് നോക്കാം. 1-ാമതായിട്ട് വരുന്നത് ഫ്രാൻസ്, 2 സ്പെയിന്, 3 അർജൻറ്റീന, 4 ഇംഗ്ലണ്ട്, 5 പോർച്ചുഗൽ, 6 ബ്രസീൽ, 7 നെതർലൻഡ്സ്, 8 മൊറോക്കോ, 9 ബെൽജിയം, 10 ജർമ്മനി. ഇതാണിപ്പോൾ പുതിയ ടോപ്പ് 10 വന്നിട്ടുള്ളത്. എന്തായാലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓരോ കളി വരുമ്പോഴും, അതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഓരോ കളി വരുമ്പോഴും ലൈവായിട്ടാണ് ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏഷ്യൻ ടീമുകളെ നോക്കിയാൽ ഫിഫ റാങ്കിൽ 1-ാമത് വരുന്ന ഏഷ്യൻ ടീം എന്ന് പറഞ്ഞാൽ ഫിഫ റാങ്കിൽ 18-ാമതാണ്. ഏഷ്യയിൽ 1-ാം സ്ഥാനത്ത് ജപ്പാനാണ്. ഫിഫ റാങ്കിൽ 21 ഏഷ്യയിൽ 2-ാമതാണ് ഇറാൻ. ഫിഫ റാങ്കിങ് 25 ഏഷ്യയിൽ 3-ാമത് സൗത്ത് കൊറിയ. ഫിഫ റാങ്കിങ്ങിൽ 27 ഏഷ്യയിൽ 4-ാമത്, അതായത് AFCയിൽ 4-ാമത് ഓസ്ട്രേലിയയാണ്. ഫിഫ റാങ്കിങ്ങിൽ 50 പക്ഷേ ഏഷ്യയിൽ 5-ാം സ്ഥാനത്ത് വരുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഇങ്ങനെയാണ് ഏഷ്യൻ ടീമുകളുടെ നിലവാരത്തിലുള്ള ഒരു വ്യത്യാസം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.